ദൈവം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നത് ഒരു ചോദ്യമാണ്. ദൈവത്തിന് അപ്പുറത്ത് നാടു ഭരിക്കുന്നവർ, രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നത്. ദുർബലന്റെ കൂടെ നിൽക്കുമെന്നാണ് പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയാണോ? സകലരും ബലവാന്മാരുടെ കൂടെ സെൽഫി എടുക്കുന്ന ഈ കാലത്ത് ദുർബലൻ അതുപോലെ തുടരുന്നു എന്നതാണ് സത്യം. കണ്ണൂർ ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടൻ VK ശ്രീരാമന് സഖാക്കളോട് പറയാനുള്ളതും അതാണ്. ബലവാന്മാർക്കൊപ്പം മാത്രം സെൽഫി എടുക്കരുത് എന്ന്. ദുർബലന്റെ കൂടെയാണ് ദൈവങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ദൈവങ്ങളൊക്കെ നിഷാബ് എന്ന് പറഞ്ഞ ഒരാളുടെ ഹമ്മറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യൂസഫ് അലിയുടെ ഉന്തുവണ്ടിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ശക്തന്റെ ലക്ഷണം ദുർബലന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അശക്തന്റെ ലക്ഷണമാണ് ശക്തനുമായിട്ട് സെൽഫി എടുക്കുക എന്നുള്ളത്. ഞാൻ അതാണ് രാജേഷിനൊപ്പം സെൽഫി എടുക്കാൻ കാരണം. ഞാൻ ദുർബലനാണ്. അപ്പൊ ശക്തൻ എപ്പോഴും അവനെ നമുക്ക് മനസ്സിലാക്കുന്നത് അവൻ ദുർബലന്റെ കൂടെയാണുള്ളത്, നിധി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെയാണുള്ളത്, രോഗിയുടെ കൂടെയാണുള്ളത്, മുടന്തന്റെ കൂടെയാണുള്ളത്, അപഹസിക്കുന്നവന്റെ കൂടെയാണുള്ളത്, അപമാനിച്ചവന്റെ കൂടെയാണുള്ളത്. അപ്പോഴാണ് അവന് ശക്തനാണെന്ന് മനസ്സിലാക്കുക. മറ്റവന്റെ കൂടെ കൂടാൻ വലിയ ശക്തിയൊന്നും വേണ്ട, ദുർബലന്റെ ലക്ഷണമാണോ? യൂസഫ് അലിനായിട്ട് സെൽഫി എടുക്കുക, അമിതാഭ് ബച്ചനായിട്ട് സെൽഫി എടുക്കുക, മമ്മൂട്ടിനായിട്ട് സെൽഫി എടുക്കുക. നരേന്ദ്രമോദിക്കൊപ്പം എല്ലാ സെൽഫി ടീമുകൾക്കും ഇത് ബാധകമാണ് എന്നാണ് ശ്രീരാമന്റെ ഭാഷ. സിനിമാക്കാർക്ക് ഇങ്ങനെ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ശ്രീരാമനും ഒരു സിനിമാക്കാരനല്ലേ? സിനിമ വളരെ കൃത്യമായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാണ്, അല്ലെങ്കിൽ ആവണം എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കച്ചവട സിനിമ അത് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് പണം സമ്പാദിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് സാധാരണ രീതിയിൽ കച്ചവട സിനിമയ്ക്കുള്ളൂ. ഷാജി കൈലാസിന്റെ സിനിമയിലും സത്യനന്ദിക്കാരുടെ സിനിമയിലൊക്കെ സാധാരണ രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരനെ മുഖ്യമന്ത്രിയുടെ കോളറൊക്കെ പിടിച്ച് നിർത്തുന്ന പോലീസ് കമ്മീഷണറൊക്കെ കാണാം. അപ്പൊ നമ്മൾ കൈകാര്യം ഇനി ജനാധിപത്യം വരികയാണ്, ഉദ്യോഗസ്ഥ മേധാവിത്വം തകർക്കുകയാണ്, അഴിമതിക്കെതിരായിട്ടുള്ള വലിയ സിനിമയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷെ ആ സിനിമയുടെ ആത്യന്തികമായ ലക്ഷ്യം കൈയടിപ്പിച്ചുകൊണ്ട് പോക്കറ്റിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗുരുവായൂർക്കാരാണ്, ഞാൻ ഗുരുവായൂരടുത്താണ് എൻ്റെ കൂടെ. അപ്പൊ ഗുരുവായൂരൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുകൾ അവിടെ ലോഡ്ജുകൾ ഒക്കെ പണി ആൾക്കാർ വന്നിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പൊ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, കിഴക്കേന്ന് പറയുന്നത്. അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഗുരുവായൂരത്തിന്റെ പടം വെക്കും, ഒരു നിലവിളക്കൊക്കെ കത്തിച്ച് വെക്കും. അവിടെ ആർക്ക് കണ്ടാലും വന്ന് തൊഴുതു പോകാൻ തോന്നുന്ന തരത്തിലാണ് എലൈറ്റ് ഹോട്ടലിന്റെ റിസപ്ഷനിൽ നമ്മൾ ചെന്നാൽ കാണുക. ഇവിടെ ഒരുപക്ഷെ ഗുരുവായൂരൊക്കെ വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് പോകാവുന്നില്ല. ആ ഹോട്ടൽ ഓണേഴ്സിന്റെ പേര് അബൂബക്കർ എന്നാണ്. അയാൾക്കതിൽ യാതൊരു വിരോധമല്ല, കാരണം ഇവിടെ വരുന്നവരൊക്കെ ഹജ്ജിന് വരുന്നവരെന്നല്ല, ഗുരുവായൂർക്ക് വരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഗുരുവായൂർ എപ്പോഴാണ് അവിടെ ആവശ്യം. അപ്പൊ കച്ചവടക്കാരുടെ ഒരു നിലപാടാണ്. എന്ത് തന്നെ ആയാലും അവരുടെ പിന്നിൽ കോട്ടിട്ടിട്ടും സൂട്ടിട്ടിട്ടും അല്ലെങ്കിൽ കൈ നോക്കിയിട്ടും മടങ്ങിയിട്ടും ഏത് തരത്തിലുള്ള വേഷം കിട്ടിയും തനിക്കെങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പണം സമ്പാദിക്കാനാകും എന്നുള്ളത് തന്നെയാണ് കച്ചവടക്കാരുടെ ലക്ഷ്യം. സിനിമാ കച്ചവടക്കാരുടെയും ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ സിനിമാ നടൻ എന്ന നിലയിൽ അഭിപ്രായം പറയാൻ പേടിയില്ല എന്ന്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് എന്താണ് അനുഭവം? വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ആകെ മൊത്തം മാറി എന്നാണല്ലോ ശത്രുക്കൾ പറയുന്നത്. ശ്രീനാരായണ ഗുരുവിലേക്കും ശ്രീനാരായണ ഗുരു SNDPയിലേക്കും SNDP ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശനിലേക്കും മാറിയപ്പോഴ് അദ്വൈതം മാറി. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, ഞാൻ എന്നിങ്ങനെ അദ്വൈതം ചുരുങ്ങി. അതായത് ലോകം മുഴുവന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു അദ്വൈതമായിരുന്നു ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത അദ്വൈത സിദ്ധാന്തം. അതിപ്പോ ഇങ്ങനെ ഭാര്യ, മകൻ, ഞാൻ, എൻ്റെ, എനിക്ക്, ഞങ്ങൾക്ക്, എൻ്റെ പട്ടി, എൻ്റെ കുട്ടി, എൻ്റെ പൂച്ചട്ടി എന്നിങ്ങനെ അതിങ്ങനെ ചുരുങ്ങി വന്നത്. അപ്പോഴും നായാടി നമ്പൂതിരി സമവാക്യം തള്ളിക്കളയാൻ മതവാദികൾ തയ്യാറല്ല. നായാടി മുതൽ നമ്പൂതിരി വരെ, നായാടി വരെയോ അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെയൊക്കെയുള്ള ആൾക്കാർ മാത്രമാണ് ഈ അദ്വൈതത്തിനകത്ത്, മൂപ്പരുടെ അദ്വൈതത്തിനകത്ത് വരുന്നുള്ളൂ. അതിന് പുറത്തുള്ളവരൊക്കെ മുസ്ലിംസും ക്രിസ്ത്യാനികളൊന്നും അദ്വൈതത്തിന് വരില്ല. ഞങ്ങളുടെ അദ്വൈത സിദ്ധാന്ത പ്രകാരം ഇങ്ങനെ. കാരണം മൂപ്പർക്ക് ആ റേഞ്ച് വിളിച്ചത് മൂപ്പർ പല റേഞ്ച് വിളിക്കുമല്ലോ അബ്കാരിമാരായിരുന്നു. അപ്പൊ മൂപ്പർ വിളിച്ച റേഞ്ച് നായാടി മുതൽ നമ്പൂതിരി വരുന്ന റേഞ്ചാണ് മൂപ്പർ ഇപ്പൊ ലേലത്തിലിരിക്കുന്നത്.
ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് യുവസഖാക്കൾ പുത്തൻ പോര് തുടങ്ങും എന്ന് പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കേക്ക് മുറി. ഇത് നാണക്കേട്